ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. UGC നെറ്റ് അറബിക്കു വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു അതികായനായ ഗ്രന്ഥത്തെക്കുറിച്ചാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഗാംഭീര്യം മനസ്സിലാവും. നുസ്ഹത്തുൽ ഖവാതിർ വബഹ്ജത്തുൽ മസാമി വന്നവാദിർ. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം ഇത്രയധികം പ്രശസ്തമായത്? നമുക്ക് ഒന്നിച്ചു കണ്ടെത്താം. അപ്പം നമ്മുടെയെല്ലാം മനസ്സിലുള്ള ഒരു പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക പുസ്തകം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിധി പോലെ കണക്കാക്കപ്പെടുന്നത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഏതൊരു വലിയ സൃഷ്ടിക്കു പിന്നിലും വലിയൊരു മനുഷ്യനുണ്ടാവും, അല്ലേ? നമ്മുടെ ഈ യാത്രയിലെ നായകൻ, ഈ ഒരു ബൃഹത്തായ ഗ്രന്ഥത്തിന് ജന്മം നൽകിയ ആൾ ഷെയ്ഖ് അബ്ദുൽ ഹൈ അൽ ഹസനിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നമുക്ക് നോക്കാം. റായ്ബറേലിയിലാണ് ജനിച്ചതും മരണപ്പെട്ടതും. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ഇബ്നു കല്ലിക്കാൻ അൽ ഹിന്ദ്, അതായത് ഇന്ത്യയുടെ ഇബ്നു കല്ലിക്കാൻ. ജീവചരിത്ര രചനയിലെ അവസാന വാക്കായ ഇബ്നു കല്ലിക്കാനോടാണ് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ആഴം നമുക്ക് ഊഹിക്കാമല്ലോ. അതോടൊപ്പം ഹിജ്റ 1333 മുതൽ നദ്വത്തുൽ ഉലമയുടെ നാസിം എന്ന ഒരു പ്രധാനപ്പെട്ട പദവിയും അദ്ദേഹം വഹിച്ചിരുന്നു. ഇത് വെറുമൊരു പുസ്തകരചനയായിരുന്നില്ല, മറിച്ചൊരു ജീവിത ദൗത്യം തന്നെയായിരുന്നു. 30 വർഷം, നീണ്ട 30 വർഷം നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രോജക്റ്റ്. 30 വർഷം ഒന്നാലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം, ആ 30 വർഷങ്ങൾ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നു. അത് വർഷങ്ങളോളം നീണ്ടുനിന്നൊരു തപസ്സായിരുന്നു. ആ ഒരു സമർപ്പണമാണ് ഈ ഗ്രന്ഥത്തെ ഇന്നും അനശ്വരമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗവേഷണം എത്രത്തോളം വലുതായിരുന്നു എന്ന് നോക്കൂ. 300-ലധികം റെഫറൻസ് ഗ്രന്ഥങ്ങൾ, അതും അറബി, ഉറുദു, പേർഷ്യൻ ഭാഷകളിലായി പരന്നുകിടക്കുന്ന വിജ്ഞാനത്തിന്റെ വലിയ ലോകം. ഇതിൽ ഓരോന്നും തേടിപ്പിടിച്ച് വായിച്ച് അതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് അതൊരു വലിയ യാത്ര തന്നെയായിരുന്നു. ഇത്രയും കഠിനാധ്വാനത്തിന്റെ ഫലമെന്തായിരുന്നു? 4500-ലധികം വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ. പണ്ഡിതന്മാർ, ചിന്തകർ, ഭരണാധികാരികൾ, സൂഫികൾ, അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതകഥകൾ. UGC നെറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു സ്വർണ്ണഖനി തന്നെയാണ്. എന്തിനായിരുന്നു ഈ കഠിനാധ്വാനം? അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഈ അറബി വാചകം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണേ. വ ഇന്നീലം അഖ്സിദ് ബിജാലിഹി ഖിദ്മത ദി ജാഹിൻ ഖബീർ ഔ ത്വാഅത അമീരിൻ വ വസീർ. അതായത്, ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ പ്രീതിപ്പെടുത്താനോ ഒരു മന്ത്രിയുടെ പ്രശംസ നേടാനോ ആയിരുന്നില്ല എന്റെ ഈ പ്രയത്നം. ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥതയില്ലേ, അതാണ് ഈ ഗ്രന്ഥത്തിന്റെ ആത്മാവ്. ശരി, ഇനി നമുക്ക് ഈ വിജ്ഞാനത്തിന്റെ ഭൂപടം ഒന്ന് തുറന്നു നോക്കാം. 8 വാല്യൂമുകളിലായി എങ്ങനെയാണ് അദ്ദേഹം ചരിത്രത്തെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കാണാം. ഈ ടേബിൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ശരിക്കും ഓർത്തുവെക്കണം. ഓരോ വാല്യൂവും ഓരോ ഹിജ്റ നൂറ്റാണ്ടിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഹിജ്റ 1-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ. ആദ്യത്തെ 7 നൂറ്റാണ്ടുകൾ ചേർത്ത് വെറും 141 ജീവചരിത്രങ്ങൾ. പക്ഷെ 13-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴോ അത് 1031-ആയി ഉയർന്നു. ഇന്ത്യയിലെ ഇസ്ലാമിക വിജ്ഞാനശാഖയുടെ വളർച്ചയുടെ ഒരു ഗ്രാഫ് കൂടിയാണ് നമ്മൾ ഈ പട്ടികയിൽ കാണുന്നത്. ഈ പുസ്തകത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് പണ്ഡിതന്മാരുടെ മാത്രം കഥയല്ല. പണ്ഡിതരും കർമ്മശാസ്ത്ര വിശാരദരും മാത്രമല്ല, രാജാക്കന്മാരും അമീറുമാരും. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, വിജ്ഞാനത്തിന്റെ ലോകത്ത് തങ്ങളുടേതായ സംഭാവനകൾ നൽകിയ പണ്ഡിതകളായ സ്ത്രീകളെക്കുറിച്ചും അദ്ദേഹം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ സമ്പൂർണ്ണ ചരിത്രം. അബ്ദുൽ ഹയ്യ അൽ ഹസനിയുടെ മരണത്തോടെ ഈ പുസ്തകത്തിന്റെ കഥ അവസാനിച്ചു എന്ന് കരുതിയാൽ തെറ്റ്. സത്യത്തിൽ അവിടെ തുടങ്ങുകയായിരുന്നു. അതിന്റെ പ്രസിദ്ധീകരണത്തിന്റെ കഥ അതിലും ആവേശകരമാണ്.
ഈ പുസ്തകം പുറത്തിറങ്ങിയ രീതി തന്നെ ഒരു പ്രത്യേകതയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, ആദ്യം പ്രസിദ്ധീകരിച്ചത് 1-ാം വാല്യൂമല്ല, മറിച്ച് 2-ാം വാല്യൂമാണ്. അതും 1931. ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ഒരു ഗ്രന്ഥത്തിന്റെ തുടർച്ചയായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ മൗലാന മനാസിർ അഹ്സൻ ഗീലാനിയുടെയൊക്കെ പരിശ്രമം കൊണ്ട് 1-ാം വാല്യം പുറത്തുവന്നു. ഷെയ്ഖ് ഹുസൈൻ അഹമ്മദ് മദനി, അബുൽ കലാം ആസാദ് ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ എല്ലാം പ്രോത്സാഹനത്തോടെയാണ് മറ്റു വാല്യങ്ങൾ വെളിച്ചം കണ്ടത്. അവസാനം 1999 ഈ 8 വാല്യങ്ങളും ഒരുമിച്ച് പൂർണ്ണരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. നോക്കൂ, ഒരാളുടെ സ്വപ്നം ഒരു പണ്ഡിത സമൂഹം മുഴുവൻ ഏറ്റെടുത്തു പൂർത്തിയാക്കിയ മനോഹരമായൊരു കാഴ്ചയാണിത്. ഓക്കേ, ഇത്രയും ചരിത്രമൊക്കെ നമ്മൾ കേട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇന്ന് ഈ പുസ്തകം നമുക്ക്, പ്രത്യേകിച്ച് UGC നെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക്, എന്തിന് പ്രധാനപ്പെട്ടതാകുന്നു? ഇതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ശക്തമായ നിർവചനം. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചോളൂ. എന്താണ് നുസ്ഖത്തുൽ ഖവാത്തിർ? 14 നൂറ്റാണ്ടുകളിലെ ഇന്ത്യൻ മുസ്ലിം പണ്ഡിതന്മാരുടെയും പ്രമുഖ വ്യക്തികളുടെയും ജീവചരിത്രങ്ങൾ അടങ്ങിയ ഒരു സമ്പൂർണ്ണ ചരിത്ര വിജ്ഞാനകോശം. ഇതിൽ കൂടുതലൊന്നും വേണ്ട. പ്രധാനമായും 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. 1. ഇത് ഇന്ത്യയുടെ ബൗദ്ധികവും സാമൂഹികവുമായ ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരു താക്കോലാണ്. 2. ഗവേഷകർക്ക് കണ്ണുമടച്ച് ആശ്രയിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സാണിത്. 3. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, UGC നെറ്റ് പരീക്ഷയിലെ ഒരുപാട് ചോദ്യങ്ങൾ, അതായത് വ്യക്തികളുടെ പേരുകൾ, അവരുടെ കാലഘട്ടം, അവരുടെ കൃതികൾ, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താൻ ഈ ഒരൊറ്റ പുസ്തകം മതിയാകും. അപ്പോ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈയൊരു ചോദ്യം ചോദിക്കാം. ഷെയ്ഖ് അബ്ദുൽ ഹയ്യൽ ഹസനി തന്റെ ജീവിതം കൊണ്ട് ചെയ്തതുപോലെ നമുക്ക് കിട്ടിയ ഈ വിജ്ഞാന പാരമ്പര്യത്തെ വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? വെറുമൊരു പരീക്ഷ ജയിക്കുക എന്നതിനപ്പുറം അറിവ് സംരക്ഷിക്കുകയും കൈമാറുകയും ചെയ്യുന്ന ഒരു വലിയ ശൃംഖലയിലെ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും. പഠനം തുടരുക. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.